ഹലോ ഗായ്സ്, അപ്പൊ നമ്മൾ ഇന്ന് ആറ്റുകാൽ പൊങ്കാല ഇടാനായിട്ടാണ് പോകുന്നത് കേട്ടോ ഗായ്സ്. അപ്പൊ ഇത് നമ്മൾ രാവിലെ തന്നെ നേരത്തെ നമ്മുടെ സാധനങ്ങളെല്ലാം തലേദിവസമേ നമ്മൾ കൊണ്ട് വെക്കുകയാണ്. കാരണം ലിച്ചുകുട്ടിക്ക് താലപ്പൊലിയുണ്ട്, അവളെ ഒന്ന് കണ്ടാലോ. എങ്ങനെയുണ്ട് ഗായ്സ് നമ്മുടെ ലിച്ചുകുട്ടി? അതിമനോഹരിയായിട്ടുണ്ടല്ലേ. നല്ല പട്ടുടുപ്പും പാവാടയൊക്കെ ഇട്ട് സുന്ദരിയായിട്ട് പൂവൊക്കെ വെച്ച് ചിരിച്ച് നാണം കുഴിഞ്ഞു നിന്നു. നമ്മൾ നേരെ നമ്മുടെ താലവും ഒക്കെ ആയിട്ട് നമ്മൾ ആറ്റുകാൽ ക്ഷേത്രത്തിലേക്ക് പോയി കേട്ടോ. അവിടെ ചെന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ള കാര്യം സത്യം പറഞ്ഞാൽ. കാരണം എന്താന്നാ, നമ്മൾ രാവിലെ 4:30 ആയപ്പോഴാണ് ചെന്ന് ക്യൂ നിന്നത് നമ്മുടെ ശാസ്ത്രനടയിലെ അയ്യപ്പൻ ക്ഷേത്രം. അവിടെയാണ് ഞങ്ങൾ രാവിലെ 4:30 ക്യൂ നിന്നത്. അപ്പൊ ബാക്കിയുള്ള ജനങ്ങളുടെ അല്ലെങ്കിൽ താലപ്പൊലി എടുക്കാൻ വന്ന കുട്ടികളുടെ ക്യൂ ഒക്കെ എവിടെ എത്തുമെന്നൊന്ന് ചിന്തിക്കാവുന്നേ ഉള്ളൂ. അത് ചിന്മയ വിദ്യാലയം കഴിഞ്ഞ് കൊഞ്ചറുള്ള ക്ഷേത്രം കഴിഞ്ഞ് പോയിട്ടുണ്ടാവും. അയ്യോ, തിരക്കാണെങ്കിൽ ഒരു അപാര രക്ഷയില്ലാത്ത തിരക്ക്. 3 മില്യൺ വെച്ചിട്ട് റെക്കോർഡ് നേടിയ ആറ്റുകാൽ പൊങ്കാല ഇപ്രാവശ്യം കണക്കെടുത്താൽ അതിനെയും കാട്ടി ജനങ്ങൾ കാണുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. അങ്ങനെ ഒരു വിധത്തിൽ ഞങ്ങള് നേരം വെളുപ്പിച്ച് 7:30 സമയമായപ്പോൾ നമ്മളെ താലപ്പൊലി കഴിയും. ആറ്റുകാലമ്മയെ കണ്ടു, ദർശനം കിട്ടി. ഒരു പുണ്യ സാഫല്യം എന്ന പോലെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് പൊങ്കാല ദിവസം രാവിലെ ഞാൻ ആറ്റുകാലമ്മയുടെ ദർശനം കരസ്ഥമാക്കുന്നത് കേട്ടോ. താലപ്പൊലി എടുത്തില്ലേന്നായിരുന്നു, പിന്നെ തിരിച്ചൊരു ഓട്ടോ ആയിരുന്നു കേട്ടോ. എങ്ങനെയെങ്കിലും വീടെത്തണ്ടേ, കാരണം നമ്മുടെ തെരളിയപ്പം കുമ്പളപ്പം അല്ലേ ഇതൊക്കെ റെഡിയാക്കണമായിരുന്നു, മണ്ടപ്പെട്ടി റെഡിയാക്കണുണ്ടായിരുന്നു. പിന്നെ ചേട്ടന്റെ അമ്മ കൂടെ ഉള്ളതുകൊണ്ട് എനിക്കൊരു ധൈര്യമായിരുന്നു കേട്ടോ. എനിക്ക് ടെൻഷനായിരുന്നു, പക്ഷെ അമ്മ മക്കളെ സമാധാനമായിട്ടിരിക്കും, എല്ലാം ശരിയാവും. ഈ ഒരു ഡയലോഗായിരുന്നു ആളുടെ. പിന്നെ എല്ലാം പെട്ടെന്ന് തന്നെ ചടപടേന്ന് നമ്മുടെ ടൈം ആവുന്നതിന് മുമ്പ് പൊങ്കാല ഇടാൻ 9 മണിക്ക് വിളക്ക് കത്തിക്കുമെന്നാണ് പറഞ്ഞത്. ഗായ്സ്, തെരളിയപ്പം ഉണ്ടാക്കാൻ നേരത്തെ എല്ലാവരും കുറെ ഈർക്കിലോട്ടാണ് വരാറ്. എന്നാൽ അമ്മയുടെ ഈ ടെക്നിക്ക് ഒന്ന് കണ്ടോ. ഇല ഇങ്ങനെ കോട്ടിയതിന് ശേഷം നമുക്ക് മാവ് വാരി വെച്ചാൽ നമ്മൾ കഴിക്കാൻ നേരത്തെ അത് പിരിത്തെടുത്താൽ മതിയാവും. ഇത് അറിയാത്ത എന്നെ പോലുള്ള ഒരുപാട് ആളുകളുണ്ടാവും. അത് അമ്മേരെന്നാണ് കേട്ടോ ഗൈസ് ഞാൻ വിളിച്ചത്. പിന്നെ ഷടപടേന്ന് നമ്മുടെ ടൈം ആവുന്നതിന് മുമ്പ് എല്ലാ കാര്യങ്ങളും നമ്മൾ തയ്യാറാക്കി മണ്ടപ്പുറ്റിന് റെഡിയാക്കി. പിന്നെ ഗൈസ്, ചത്ത് കുത്തിയാണ് ഞാൻ അന്നിവിടെ നിന്നത്. കാരണം എന്ന് വെച്ചാൽ 1 മണിക്ക് ഉറക്കം എണീച്ച് ഓട്ടത്തോടോട്ടമായിരുന്നു. അങ്ങനെ നമ്മൾ പാത്രങ്ങളൊക്കെ തയ്യാറാക്കി നമ്മുടെ പൊങ്കാലക്കരവും എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് നമ്മുടെ അടുപ്പത്തോട്ട് അങ്ങ് റെഡിയാക്കി. അഖിലയുടെ വല്യമ്മയുടെ വീട്ടിലാണ് കേട്ടോ ഞാൻ ഇപ്രാവശ്യം പൊങ്കാലടായിരുന്നത്. ഇത് കാണുന്നത് തെക്കതാണ് കേട്ടോ. പിന്നെ പൊങ്കാലക്കലങ്ങളെല്ലാം നിരത്തി വെച്ചിരിക്കുന്നത് കാണാൻ അതിമനോഹരമായിരുന്നു. അതൊരു വേറെ അനുഭവം തന്നെ. തിരികൊളുത്തി ഇനി നമുക്ക് പൊങ്കാലയിലേക്ക് പോവാം. ദേവിയുടെ നാമം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഞാനും തീ കത്തിച്ചെടുത്തു നമ്മുടെ പൊങ്കാല അടുപ്പിലേക്ക് സമർപ്പിക്കുകയാണ് ഉണ്ടായത് കേട്ടോ. ആദ്യം ഭയങ്കര ആവേശമൊക്കെ ആയിരുന്നു. പിന്നെ സഹിക്കാൻ പറ്റാതിരുന്നത് ഒരേ ഒരു കാര്യം, ഈ കാറ്റെല്ലാം കൂടെ നമ്മുടെ നെഞ്ചത്ത് വന്ന് അടിക്കും പോലെയായിരുന്നു കേട്ടോ. തീ അഗ്നി കൊണ്ട് ഉരുകി ഞാൻ കത്തിപ്പോയി എന്ന് വേണമെങ്കിൽ പറയാം ഗൈസ്. അത്രമാത്രം കഷ്ടപ്പെട്ടായിട്ടും സന്തോഷത്തോടെ ആ പൊങ്കാല എത്രയും ഇട്ടു, സമാധാനത്തോടെ പിന്നെ ഇരുന്നു. പിന്നെ ചത്ത് ഗൈസ് ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചുകൊണ്ടിരുന്നത്. അതെ, പിന്നെ എന്റെ കൂട്ടുകാരിയായിട്ടൊരു ഫോട്ടോഷൂട്ടൊക്കെ എടുത്തു. അവസാനം പൊങ്കാല നിവേദിക്കാനുള്ള സമയമൊക്കെ ആയി. അങ്ങനെ നമ്മുടെ ഫ്രണ്ട്സും ഫാമിലീസ് ഒക്കെ ആയിട്ട് ഞങ്ങളിങ്ങനെ നിരന്ന് നിൽക്കുകയാണ്. ഇപ്പോ തന്ത്രി വരും, നേരിൽ കാണുന്ന നമ്മുടെ കുഞ്ഞു കുട്ടികളെ ലിച്ചുകുട്ടിയും രുക്കുവിനെ വെച്ചോണ്ടിരിക്കുകയാണ് നമ്മുടെ മിട്ടു ഗൈസ്. അതേപോലെ മാള് ഭയങ്കര നാണം കുടിയായിരുന്നു കേട്ടോ. അവക്ക് വീഡിയോയിൽ വരാനേ മടിയായിരുന്നു. പിന്നെ നേദിക്കാൻ സമയമായി. പൊങ്കാല ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണേ.